ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? നല്ല രീതിയിലൊരു മൊമെന്റം താഴേക്കും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള റാലി മാർക്കറ്റ് മേളിലേക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ വാച്ച് ചെയ്ത് ട്രേഡ്സ് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ നമ്മളുടെ മാർക്കറ്റിൽ നമ്മൾ ഇന്ന് എന്ത് ചെയ്തു? കറന്റ് മാർക്കറ്റിൽ നമുക്ക് ഇന്നലെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അല്ലെ, 15 മിനിറ്റിന്റെ ഒരു കണ്ടിന്യൂഷൻ പ്ലാൻ ഉണ്ടായിരുന്നു. സോ ആ പ്ലാനിലേക്ക് നമ്മൾ ഇന്ന് 1:5 റിസ്ക് റിവാർഡ് തരുന്ന ഒരു നല്ല ട്രേഡ് നമ്മൾ ഇന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ നമ്മളെടുത്ത കൺഫർമേഷൻസ് നമ്മൾ 1 മിനിറ്റ് ബേസ് ചെയ്ത് അവിടെ കൺഫർമേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ എൻട്രീസ് എങ്ങനെയാണ് അവിടെ എൻട്രി എടുക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതിനൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് പോവുകയാണെങ്കിലും ടെലിഗ്രാം ചാനലിൽ പ്രോപ്പറായിട്ട് ഓൺ ടൈമിൽ നമ്മൾ ആ ഒരു അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യുക. അതിനൊപ്പം തന്നെ നമ്മൾ ഈ മന്തിൽ മിഡിലായിട്ട് നടത്തുന്ന നമ്മളുടെ വെബിനാർസ് ഉണ്ട്. സോ എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കാം. നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. സോ വെബിനാറിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റി ആണ്, എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ, സോ അധികം പറഞ്ഞ് വലിച്ചിടുന്നില്ല, നേരെ ചാറ്റിലേക്ക് പോയാലോ. ബാ. സോ ഇതാണ് നമ്മൾ കറൻ്റ്ലി മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ. നല്ല രീതിയിലുള്ള റാലി അതേപോലെ നല്ലൊരു ഡ്രോപ്പ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമുക്കിന്നൊരു നല്ലൊരു പ്ലാൻ മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, ഇന്നലത്തെ കണ്ടിന്യൂഷൻ അല്ലേ. ഇന്നലെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് ടോട്ടൽ പുഷിൻ്റെ ഇക്വിലിബ്രിയാണ് നമ്മൾ ഈ ഒരു സോൺ എടുത്തിട്ടുണ്ടായിരുന്നത്, കണ്ടോ. സോ ഈ സോണിൽ നിന്ന് നമ്മൾ താഴേക്കാണ് ഒരു ട്രേഡ് പ്ലാൻ എന്ന് വെച്ചാൽ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. റിവേഴ്സ് ആവാത്തതുകൊണ്ട് 1 മിനിറ്റിലും കൺഫർമേഷൻ ഇന്നലെ കിട്ടിയാണ് മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. സോ അതിനുശേഷം മാർക്കറ്റ് ത്രൂ ഔട്ട് ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നിട്ടുണ്ട്. സോ അതിലേക്ക് നമുക്ക് പോവാം, നാളത്തെ പ്ലാനിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ഇന്നത്തെ എക്സിക്യൂഷൻ നോക്കാം, എങ്ങനെയാണ് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്ത് എങ്ങനെയാണ് പ്ലാൻസ് നോക്കിയെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, ഇതാണ് ലോ. സോ ഇതാണ് നമ്മുടെ ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് താഴേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് നല്ലൊരു മൊമെൻ്റ് ഉണ്ട് ഇവിടെ, ഏകദേശം 2000 അടുത്ത് മൊമെൻ്റ് ഉണ്ട്. പക്ഷെ നമ്മളെന്താണ് നമ്മളുടെ ലെവൽസ് മറക്കണ്ട അല്ലേ. നമ്മൾ മേജറായിട്ട് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കുറച്ച് ലെവലുകളുണ്ട്. സോ ഏതൊക്കെയായിരുന്നു ഇന്നലത്തെ ലെവൽസ്? 47,000 അതേപോലെ പിന്നെ 40 ഈ ഒരു സോണാണ് നമ്മൾ മേജർ ലെവലായിട്ട് കൺസിഡർ ചെയ്യുക അല്ലേ. മെയിനിലേക്കാണെങ്കിലും സ്റ്റിൽ അതും കൂടെ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം അല്ലേ. യെസ്, ഇതും അതേപോലെ തന്നെ ഇതും. ഇത്രയും ലെവൽസാണ് മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരെ എന്ത് ചെയ്തു? 1 മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്തു. യെസ്, ഇനി നമ്മൾ ഇവിടുന്ന് എന്ത് വേണം? കൺഫർമേഷൻ. നോർമലി സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ ഇങ്ങനത്തെ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ വരുമ്പോഴുള്ള സിനാരിയോ ബേസ് നോക്കുമ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഓവറോൾ എന്താണ് ബെയറിഷ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് അല്ലേ. ഇതിൻ്റെ കംപ്ലീറ്റ് നമ്മൾ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം ഈ ഒരു സോണിനെ മാർക്കറ്റ് റിവേഴ്സ് ആക്കിയിട്ട് നിൽക്കുമായിരുന്നു. സോ ഇന്നത്തെ കണ്ടീഷനിൽ മാർക്കറ്റ് ലോ ബ്രേക്ക് ചെയ്തിട്ട് ഏത് ഡയറക്ഷനിലേക്കാണ് പോകണത് എന്നുള്ളത് നോക്കാം. മാർക്കറ്റ് സ്റ്റിൽ താഴേക്കാണ് വന്നിട്ടുള്ളത്. എഗെയിൻ മാർക്കറ്റ് ത്രൂ ഔട്ട് ഡൗൺ സൈഡാണ്. അപ്പോൾ നമുക്കിവിടെ രാവിലെ തന്നെ ഒരു എൻട്രി ഉണ്ടായിരുന്നു, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇതായിരുന്നു രാവിലത്തെ ആ ഒരു എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് വേറൊന്നുമില്ല, ബ്രേക്ക് ഔട്ട് തന്നു. ബ്രേക്ക് ഔട്ട് തന്നപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വിലിബ്രിയം നോക്കി കയറി. സോ ഇതാണ് ടാർഗറ്റ്, ഏകദേശം ഒരു 400 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് ഉണ്ട്. അതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യാനും മറക്കണ്ട. 120 പോയിൻറ്റ്സ് എടുത്ത് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റിൽ വരുന്നതാണ് കേട്ടോ. യെസ്, ഇതായിരുന്നു രാവിലെ ഉണ്ടായിരുന്നൊരു എക്സിക്യൂഷൻ, ഒരു എൻട്രി എന്ന് പറയുന്നത്. സോ നമ്മൾ പിന്നീട് വെയിറ്റ് ചെയ്തത് ഈ ലോയിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സോ കോർഡിനേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കോർഡിനേഷനിൽ നമ്മൾ ഈ പറയുന്ന ആളെ കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. യെസ്, ഇവിടെ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചറും കൂടി നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചറിലും സെയിം സിനാരിയോ അല്ലേ. നോക്കി കണ്ടോ, ഫ്യൂച്ചറും രാവിലെ ബ്രേക്ക് ചെയ്തു, ടെസ്റ്റ് ചെയ്തു, പ്രോപ്പറായിട്ട് താഴേക്ക് മാർക്കറ്റ് വന്നു. സോ ഇവിടെ ആയിരുന്നു രാവിലെ നമുക്ക് ഒരു എൻട്രി ഉണ്ടായിരുന്നുള്ളൂ. സോ കണ്ടോ, പ്രോപ്പറായിട്ട് നമുക്ക് അവിടെ നിന്നൊരു എൻട്രി ഉണ്ടായിരുന്നു. സോ ഇതാണ് കറൻ്റ് ഉണ്ടായിരുന്നത്. രണ്ടും കൂടെ കോർഡിനേറ്റ് ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് നമ്മളെപ്പോഴും ട്രേഡ്സിൽ കയറുക, കൂടുതലും കൺഫർമേഷൻസ് നോക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കി നോക്കാം. ബ്രേക്ക് ഔട്ട് തന്നു, അതിൻ്റെ ഒപ്പം ഫ്യൂച്ചറിലേക്ക് നോക്കാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറും ബ്രേക്ക് ഔട്ട് തന്നു. സോ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു അല്ലേ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നു. സോ ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്ന സോൺ കണ്ടോ, 47,000 എന്നുള്ള സോണിൽ നിന്നും മാർക്കറ്റ് ത്രൂ ഔട്ട് നമ്മുടെ ഈ സോണിലേക്ക് വന്ന് ടാപ്പ് ചെയ്തായിട്ട് കാണാം അല്ലേ. അതിനുശേഷം മാർക്കറ്റ് എന്താ ചെയ്തത്?
തിരിച്ച് മാർക്കറ്റ് ഈ ഒരു പ്രോപ്പർ സോണിലേക്ക്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ പ്രോപ്പറായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ടാപ്പ് ചെയ്താണ് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ മേജറായിട്ടുള്ള ഹൈ നമ്മൾ എടുക്കുക ഇവിടെയാണ് അല്ലേ. ഇതാണ് നമ്മൾ മേജർ ഹൈ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ബൈയിങ് സോണായിട്ട് നോക്കുക, ഈ ഒരു സോണിലാണ് നമ്മൾ, കാരണം നമ്മുടെ സൈക്കോളജിക്കൽ ലെവലിൻ്റെ തൊട്ടടുത്തുള്ള സോണാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് അല്ലേ. യെസ്, ഇവിടെയായിരുന്നു നമ്മളുടെ എൻട്രി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിലേക്ക് ഞാൻ പോയി കാണിച്ചു തരാം, ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ. ഏകദേശം ഒരു 100 പോയിൻറ്റ്സ്, 100 അല്ലെങ്കിലും ഒരു 80 പോയിൻറ്റ്സ് ഒക്കെയാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വന്നിട്ടുള്ളത് പ്രീമിയത്തിൽ. സോ ഇതായിരുന്നു നമ്മളുടെ ടാർഗറ്റ്, ഏകദേശം 1:3. സോ കുറച്ചും കൂടെ റിഫൈൻ ചെയ്തിട്ടുള്ള എൻട്രി ആയിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ അവിടെ റിഫൈൻഡ് ആയിട്ടും കുറച്ച് ഓർഡർ ബ്ലോക്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനും റിഫൈൻഡ് ആയിട്ടുള്ള എൻട്രി തിക്നെസ് എല്ലാം ഇവിടെ വന്നിട്ടുള്ളത്. സോ അതിലേക്ക് ഞാൻ പോകുന്നില്ല. സോ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു എന്നുള്ളത് നോക്കാം. പ്രോപ്പറായിട്ട് മാർക്കറ്റ് അവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ടാർഗറ്റ് തരാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഇവിടെയും മാർക്കറ്റിൽ എന്താ ചെയ്തേ, ഇവിടെ പ്രോപ്പറായിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ. ഇത് എന്തെത്തില്ല, സപ്ലൈ നോക്കുകയാണെങ്കിൽ നമുക്ക് മേജറായിട്ട് ഇതാണ് കൺസിഡർ ചെയ്യാൻ പറ്റുക അല്ലേ, ഇതാണ് സപ്ലൈ. സോ അവിടെ ടാപ്പ് ചെയ്തില്ല, അവിടെ എൻട്രി നോക്കുന്ന ആളുകൾക്ക് കൂടെ എൻട്രി കയറാം. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഇത് നമ്മുടെ ഫ്യൂച്ചറെ ഓൾമോസ്റ്റ് സപ്ലൈ സോണിൻ്റെ അടുത്ത് തന്നെ കണ്ടോ, ആ കറക്റ്റ് ആ ലാസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും നോക്കി കറക്റ്റ് ആ ഒരു ലോയിൻ്റെ അടുത്ത് മാർക്കറ്റ് ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ആരുണ്ട്, നമ്മളുടെ സൈക്കോളജിക്കൽ ലെവൽ വളരെ അഗ്രസീവായിട്ട് മാർക്കറ്റിൽ മൊമെൻ്റം തന്നെ ഒരു സ്ഥലമാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ, പ്രീവിയസ് വീഡിയോസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ. നമ്മളങ്ങനെ ഒന്നും പറയുന്നില്ല, മാർക്കറ്റിൽ എന്താണോ നടക്കുന്നത് അത് ബേസ് ചെയ്ത് മാത്രം നമ്മൾ സംസാരിക്കാറുള്ളൂ അല്ലേ. പ്രോപ്പറായിട്ട് മാർക്കറ്റ് അതിന് ശേഷം ത്രൂ ഔട്ട് താഴേക്ക് വന്നു. ഇവിടെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട് തന്നോന്ന് വെച്ചാൽ ഇല്ല അല്ലേ, ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്തോളൂ. പുതിയൊരു BOS മാർക്കറ്റിൽ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മേജർ ഹൈ ആയിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സോണാണ്. യെസ്, സോ ഇത്രയും ട്രേഡ് നമ്മൾ നോർമലി ഇന്ന് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ പ്ലാൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം നമ്മളുടെ പ്ലാനിലേക്ക് ഒരു ട്രേഡായി. സോ അവിടെ നിന്ന് മാർക്കറ്റ് സിമ്പിളായിട്ട് നോക്കി കഴിഞ്ഞാൽ റിവേഴ്സായി, പിന്നെ കണ്ടിന്യൂഷൻ മേളിലേക്ക് നോക്കാമായിരുന്നു. പക്ഷേ കുറച്ച് തിരക്കുണ്ടായിരുന്നു, ഞാനപ്പോൾ അതിൻ്റെ ചെറിയൊരു ഓട്ടത്തിലേക്കായിരുന്നു. സോ ഗ്രൂപ്പിലേക്ക് പോയി നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ രാവിലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ കണ്ടോ, ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട്, ഇതാണ് മേജർ ആയിട്ടുള്ളത്. സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ചെയ്തായിട്ട് കാണാം. അത് ടേക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഡൗൺ സൈഡിലേക്ക് നോക്കേണ്ട, ഈ ഒരു 2 ഹൈയിലുണ്ടായിരുന്ന ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. സോ അത് സ്വീപ്പ് ചെയ്തുകൊണ്ട് തന്നെ താഴേക്ക് നമുക്കൊരു ട്രേഡ് പ്ലാൻ നോക്കാമെന്നുള്ള കൺഫർമേഷനും വ്യൂവും നമ്മൾ താഴേക്ക് ബെയറിഷ് ആയിട്ട് എടുത്തു. പുട്ട് ഓപ്ഷൻ മാത്രം നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇവിടെ ഒരു കൺഫർമേഷനും ഇവിടുത്തെ ഒരു ട്രേഡ് നമുക്ക് ഓൾമോസ്റ്റ് എന്തായിട്ട് മിസ്സായിട്ടുണ്ടായിരുന്നു. സോ കുഴപ്പമില്ല, നെക്സ്റ്റ് കൺഫർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം നമ്മളിവിടെ പ്രോപ്പറായിട്ട് സോൺ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോ. യെസ്, മാർക്കറ്റ് ഇവിടെ നിന്നപ്പോൾ നമ്മൾ ഈ ഒരു സോൺ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മേജറായിട്ടുള്ള നമ്മുടെ സൈക്കോളജിക്കൽ ലെവലും കൂടെ ഉണ്ട്. സോ ഈ ഒരു കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിന് തൊട്ട് മേളിൽ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടെന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അവിടെയൊക്കെ ശരിക്കും പ്രോപ്പറായിട്ട് ഒരു ട്രാപ്പും മാർക്കറ്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയുള്ള ഒരു OB ആണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രോപ്പറായിട്ട് മാർക്കറ്റ് കണ്ടോ, ഇവിടെ വന്നു ടാപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കണ്ടോ, അതിനൊപ്പം തന്നെ ഇവിടെയും ടാപ്ഡ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രോപ്പറായിട്ട് ഇവിടെയും ഒരു ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്തിട്ട് പ്ലോട്ട് ചെയ്തപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ത്രൂ ഔട്ട് അവിടെ നിന്നുള്ള ട്രേഡാണ് കാണുന്നത് കണ്ടോ. യെസ്, അപ്പോൾ അതിൽ കുറേ പേര് കയറിയിട്ടുണ്ടായിരുന്നു, കുറേ പേര് കയറിയിട്ടുണ്ടായിരുന്നില്ല. സോ എത്ര പേര് എടുത്തിട്ടുണ്ടായിരുന്നുള്ള പിന്നെ ഡിസ്കഷനും കാര്യങ്ങളൊന്നും കൂടെ കാണാം. എസ് എടുത്തിട്ടുണ്ടായിരുന്നു, നോ, മിസ്സായി, എക്സിറ്റ് ആദ്യം തന്നെ എക്സിറ്റ് ചെയ്തിറങ്ങിയ ആളുകളുണ്ട്. എൻട്രി പ്രൈസിൽ എത്തിയില്ല എന്ന് പറഞ്ഞു. അവിടെയൊക്കെ നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. 30 പോയിൻറ്റ്സ് എബോവ് ആയിരുന്നു എൻട്രി പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ അതാണ് നമ്മൾ എന്തൊക്കെ പ്ലാൻ ഉണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എക്സിക്യൂഷൻ എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അത് ലോജിക്കലി നിങ്ങളായിട്ട് പ്ലാൻ ചെയ്തിട്ട് ആ ഒരു പ്ലാനിലേക്ക് കയറുക. ഓർഡർ ബ്ലോക്കിൽ കയറണോ, മിറ്റിഗേഷനിൽ കയറണോ, ഇനി മേജർ സപ്ലൈ സോണിൽ കയറണോ, എവിടെയാണ് കയറേണ്ടതെന്നുള്ളത് നിങ്ങളൊരു എൻട്രി പ്ലാൻ ചെയ്യുക. ആ എൻട്രിയിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. മനസ്സിലാവും? ഓക്കെ, അപ്പോൾ ഇതാണ് കറണ്ട്ലി നടന്നിട്ടുള്ളത്. സോ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് ഓടി അങ്ങോട്ട് പോയി അല്ലേ. അവിടെ വന്നു സിമ്പിളായിട്ട് 500 വന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു സോണിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, വന്നു ടാപ്പ് ചെയ്ത് ബ്രേക്ക് ചെയ്തു കണ്ടോ. യെസ്, അതിനുശേഷം മാർക്കറ്റ് അടുത്ത 500 പോയിട്ട് എഗെയിൻ അടുത്ത 500ലേക്ക് വന്നു കണ്ടോ. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ആ സോൺ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ.
അപ്പോൾ 1 മിനിറ്റിൽ ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുള്ളൂ. കാരണം രാവിലെ തന്നെ നമുക്ക് നല്ലൊരു RR വെച്ചിട്ടുള്ള ട്രേഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ത്രൂ ഔട്ട് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളുള്ളത് കൊണ്ടിട്ടും മാർക്കറ്റിൽ ഇരിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ ഇവിടെയും സെയിം സിനാരിയോ തന്നെ. ഇവിടെയും ഫ്യൂച്ചറും അതിനുശേഷം എന്താ ചെയ്തത്, സ്ലോ ആയിരുന്നു കണ്ടോ, ത്രൂ ഔട്ട് മാർക്കറ്റ് ബുള്ളിഷായിട്ട് പോയി. സോ ഇനി നാളത്തേക്ക് എന്താണ് പ്ലാൻ എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ നാളത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 15 മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യാം. 15 മിനിറ്റ് കണ്ടീഷൻ നോക്കുകയാണെങ്കിലും ബാക്കി എല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, 15 മിനിറ്റ് നോക്കുകയാണെങ്കിലും കണ്ടോ, കറൻ്റ്ലി മാർക്കറ്റ് ഒരു ഇൻറ്റേർണൽ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെയാണ് മാർക്കറ്റിൻ്റെ ഒരു ചെറിയൊരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ടുള്ളത് അല്ലേ. സോ അതിനുശേഷം ത്രൂ ഔട്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് ആയിരുന്നു. മേജറായിട്ട് മാർക്കറ്റിൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടാവും. അതെന്താണ്, ബൈ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റിൽ അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓർഡർ എടുത്തുനിന്ന് ചെറിയൊരു മൊമെൻറ്റം അല്ലേ, വലിയ കാര്യമായിട്ടല്ല, ചെറിയൊരു മൊമെൻറ്റം വേണമെങ്കിൽ എന്ത് ചെയ്യാം, താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അതൊന്ന് എല്ലാവരും മാർക്ക് ചെയ്ത് വെക്കുക. ആ ലെവലൊന്ന് എല്ലാവരും മാർക്ക് ചെയ്ത് വെക്കുക. ഞാൻ കറക്റ്റ് പ്രൈസായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. 49,697 എന്നുള്ള ലെവലാണ് ആ ലെവൽ. സോ അത് എല്ലാവരും മാർക്ക് ചെയ്യുക. കളറൊന്ന് ചേഞ്ച് ചെയ്തേക്കാം. ഓക്കെ, അവിടെ മാർക്കറ്റ് വേണമെങ്കിൽ ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, താഴേക്ക് വരാം. സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു സോണായിട്ട് നമുക്ക് എടുക്കാം. കണ്ടോ, യെസ്, ഒരാ സോണിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ ഇവിടെ എന്താണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, മാർക്കറ്റിൽ ഇത് എനിക്കറിയാം അല്ലേ, നമ്മുടെ ന്യൂ ഇലക്ഷൻ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് വേണ്ടിയിട്ടുള്ളതാണ്. സോ മാർക്കറ്റ് അതിന് ശേഷം ലോ ക്രിയേറ്റ് ചെയ്ത് ഹൈ ക്രിയേറ്റ് ചെയ്തു എഗെയിൻ അല്ലേ, ഒറ്റ മൊമെൻ്റാണ് മാർക്കറ്റിൽ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതൊരു ബ്രേക്ക് ഔട്ടാണ് കേട്ടോ. ഇവിടെയാണ് ഒരു പുതിയ ബ്രേക്ക് ഔട്ട്, അതിനുള്ളിൽ ഇൻറ്റേർണലി മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഹൈലി മൊമെൻറ്റം ഉള്ള മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ നാളത്തേക്ക് നമുക്കൊരു പ്ലാൻ നോക്കുകയാണെങ്കിൽ എന്താണ് നാളത്തേക്ക് പ്ലാൻ നോക്കാൻ പറ്റുക. ഫസ്റ്റ് നമ്മുടെ സൈക്കോളജിക്കൽ SNR ബേസ് ചെയ്തിട്ടുള്ള ലെവൽസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ ഇനി എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്ത് പോകില്ല, അത് നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്ത് പോകട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തായാലും അത് ആവശ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയാം, അടുത്തൊരു സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ പോകുന്ന സോൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഓക്കെ ഈ ഒരു സോണാണ് നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള സോണ്. പിന്നെ മാർക്കറ്റിൽ തൊട്ടടുത്തേക്ക് വരികയാണെങ്കിൽ ഓക്കെ ഈ രണ്ട് ലെവൽസ് മാർക്കറ്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, മേളിലേക്ക് നോക്കുകയാണെങ്കിലും ഇവിടെ ഒരു ലെവലുണ്ട്. സോ ഈ ലെവൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് പ്ലാൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നേരെ നമ്മൾ ഈ വന്നിരിക്കുന്ന മൊമെൻറ്റം കണ്ടോ, ഇവിടെയാണ് ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റീടെസ്റ്റ് ആണെങ്കിലും ബ്രേക്ക് ഔട്ടിന് മുമ്പത്തെ ഒരു റീടെസ്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലോയിനെ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ അവിടെ ലിക്വിഡിറ്റി ഫ്യൂവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഇവിടെ മാർക്കറ്റിൽ എന്താണ്, ഇവിടെ ബൈ ചെയ്ത് കുറേ ആളുകളോട് മേടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ മേടിക്കുമ്പോൾ ഇവിടെ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ട്. സോ അത് വേറൊരു സെൽ ഓർഡർ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് പറയും, സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയാം നമുക്ക് അല്ലേ. സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റിൽ ഇവിടെ ഉണ്ട്. സോ മേജറായിട്ട് മാർക്കറ്റിൻ്റെ ഒരു ലോ കൺസിഡർ ചെയ്യാനാണെങ്കിൽ ശരിക്കും മാർക്കറ്റിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് ലോ പറയാൻ വേണ്ടി പറ്റും. പക്ഷേ അത് വലിയൊരു മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നിയറസ്റ്റ് ലോ ആയിട്ട് ഇത് ഇവിടെ കൺസിഡർ ചെയ്യാം. കണ്ടോ കണ്ടോ, ഇതാണ് നിയറസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു ലോ എന്ന് പറഞ്ഞാൽ. യെസ്, അപ്പോൾ അതവിടെ കിടന്നോട്ടെ. നമ്മൾ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് വേണമെങ്കിൽ റിയാക്ട് ചെയ്യാം. അങ്ങോട്ടൊക്കെ വരുമ്പോൾ നോക്കിയാൽ മതി, വലിയ മൂവ്മെൻറ്റ് ഉണ്ട് അങ്ങോട്ടേക്ക് കണ്ടോ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു റേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന കണ്ടീഷനിൽ മാർക്കറ്റ് ഏകദേശം ഒരു 2000 3000 അല്ലേ, 2900 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ട് അല്ലേ. അങ്ങോട്ടേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. സോ പിന്നീട് നോക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ, ഇനി മാർക്കറ്റ് എന്ത് ചെയ്യണം, രണ്ട് കണ്ടീഷൻ നമുക്ക് നോക്കാനുള്ളത്. ഒന്ന് ഇതാണ് ലോ അല്ലേ. അപ്പോൾ മേജറായിട്ടൊരു ഡിമാൻഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. മേജർ ബൈയിങ് നടക്കാൻ പോസിബിലിറ്റി ഉള്ള സോൺ ഇതാണ്. സോ രണ്ട് സോണുകളാണ് നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കാറുള്ളത്, ഇക്വിലിബ്രിയം അതേപോലെ ഡിമാൻഡ് സോൺ അല്ലേ. അപ്പോൾ ഡിമാൻഡാണ് കറൻ്റ്ലി കൺട്രോൾ ചെയ്യണമെങ്കിലും ഇവിടെ മേജറായിട്ടൊരു സപ്ലൈ ഉണ്ട്, അവിടെ നിന്നാണ് പുഷ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കറക്ഷൻ നോക്കുകയാണെങ്കിൽ, ഒരു പ്ലാൻ നോക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ഈ നിൽക്കുന്ന സോണിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യണം,
ഒരു റിവേഴ്സൽ തന്നെ അല്ലേ. ഇതാണ് മാർക്കറ്റ് ഇപ്പോൾ ക്രിയേറ്റ് ഉള്ള ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. എഗെയിൻ മാർക്കറ്റിൻ്റെ അടുത്തൊരു സോൺ വേണമെങ്കിൽ ഇവിടെ വരെ വന്നിട്ട് മാർക്കറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു ബ്ലൂ കളർ കൊടുക്കാം. പ്ലാൻ അവിടെ തന്നെ കിടക്കട്ടെ. നമുക്ക് നാളെ ഇവിടെ മുതലെടുത്ത് നോക്കാം ഇതിന് എന്ത് ചെയ്യും എന്നുള്ളത് അല്ലേ. അപ്പോൾ നാളെ മാർക്കറ്റോ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ പ്ലാനിലും ഈ പറയുന്ന ലെവൽസിലൊക്കെ ഈ റെഡ് ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്തേക്കണം. നിങ്ങൾ അങ്ങനെ തന്നെ എടുത്തു. പ്ലാൻസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. സോ ഇവിടെ എങ്ങനെ ട്രേഡ് നോക്കാമെന്ന് വെച്ചാൽ നമ്മൾ ചാനലിൽ രാവിലെ അപ്ഡേറ്റ് ചെയ്യാം. എല്ലാവരും താഴെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. എല്ലാ ദിവസവും നമ്മൾ പ്ലാൻസ് അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ. അതുപോലെ നമ്മൾ ട്രേഡിൻ്റെ നമ്മുടെ കംപ്ലീറ്റ് റിസ്ക് റിവാർഡിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ത്രൂ ഔട്ട് ഒരു 1 lakh ക്യാപിറ്റൽ വെച്ചിട്ട് മന്ത് എൻഡ് വരെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഫുൾ സീരീസും താഴേക്ക് നോക്കിയിട്ടുണ്ടായത് ഒരു വാച്ച് ലിസ്റ്റ് ഞാൻ ആഡ് ചെയ്ത എല്ലാം അപ്ലോഡ് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ട് നമ്മളെല്ലാം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ റിസ്ക് റിവാർഡിൻ്റെ സ്ട്രെങ്ത് മനസ്സിലാവും. കറണ്ട്ലി നോക്കാന്നുണ്ടെങ്കിലേ ഓക്കെ, ഇത് റീടെസ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ സൈഡാണ് നമുക്ക് കൺസിഡർ ഇവിടെ ഒരു ചെറിയൊരു അഗ്രസീവ് റിവേഴ്സൽ മാർക്കറ്റ് തന്നിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കറണ്ട്ലി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ താഴേക്ക് തന്നിട്ടുണ്ടെങ്കിലും മേജറായിട്ടൊരു സോൺ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മുടെ 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? സൈക്കോളജിക്കലും ഉണ്ട്. സോ ഇവിടെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ നാളെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ഡേ ഹൈ ലോ മാർക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, മാർക്കറ്റ് ഈ രീതിയിൽ ഇവിടെ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് ലോ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ഈ പ്ലാനിലേക്കുള്ള അടുത്ത റീടെസ്റ്റ് എൻട്രി അതിനുള്ളിൽ നിങ്ങൾ റിസ്ക് റിവാർഡ് ഇറങ്ങാം. ഞാൻ പറഞ്ഞ ത്രൂ ഔട്ട് പ്ലാനൊക്കെ ക്യാച്ച് ചെയ്യാനുള്ള അതൊക്കെ വളരെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ആദ്യം നിങ്ങൾ പ്രോപ്പർ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ് മന്ത് എൻഡിൽ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഫോക്കസ് ചെയ്യുക. എല്ലാ ദിവസവും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാന്നല്ല, മന്ത് എൻഡ് പ്രോഫിറ്റിലേക്ക് വരാനുള്ളൊരു സെറ്റപ്പ് പ്ലാൻ ചെയ്യുക. സോ 1 മിനിറ്റ് എങ്ങനെയായിരിക്കും? ഈ രീതിയിലായിരിക്കും മൂവ് ചെയ്യുക. മനസ്സിലാവും? ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ കണ്ടിന്യൂഷൻ നോക്കുക. സോ അത് ഞാൻ നാളെ രാവിലെ അപ്ഡേറ്റ് ചെയ്യാം. ഗ്യാപ്പ് അപ്പ് തന്നെയാണെങ്കിൽ നമുക്ക് അവിടെ പ്ലാൻ സ്വിച്ച് ചെയ്യാം. ഓക്കെ, കറണ്ട്ലി നമ്മുടെ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേജർ ലെവൽസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. യെസ്, അപ്പോൾ നാളെ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് ഇതാണ് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസസ്. ഇനി എല്ലാ മാർക്കറ്റ് മേളിലാണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അടുത്ത ലെവൽസ് ബ്ലോക്ക് ചെയ്യാം. മനസ്സിലാവും? 49,000. പിന്നത്തെ ലെവൽ എവിടെയാണ്? ഈ ഒരു സോണിലാണ് 40. ഈ ഒരു ലെവലാണ് നെക്സ്റ്റ് ഒരു സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. യെസ്, അപ്പോൾ ഇത് മറക്കണ്ട. ഇതിൻ്റെ ഇത് ഞാൻ പ്ലാനിലുള്ളതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് ബ്ലൂ കളർ കൊടുക്കാം. യെസ്, കണ്ടോ, ഈ ലെവലും മറക്കണ്ട. പിന്നെ നമ്മുടെ മേജർ SNR ലെവൽസും നിങ്ങൾ മറക്കണ്ട. അവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, ബ്രേക്ക് ചെയ്ത് കറക്റ്റ് റീടെസ്റ്റ് വന്നിട്ട് ആ മാർക്കറ്റ് മേളിലേക്ക് പോയിട്ടുള്ളത്. മനസ്സിലാവും? അപ്പോൾ വേറെ ആരൊക്കെ എന്തൊക്കെ ട്രേഡ് എടുത്തെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളെല്ലാം കമൻറ്റിലൊന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. സോ ഇതാണ് കറണ്ട്ലി നമ്മൾ എടുത്തിട്ടുള്ള പ്ലാൻസ്. ഓക്കെ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഓൺ ടൈമിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും പ്ലോട്ട് ചെയ്ത് വെക്കുക, ലെവൽസ് കാര്യങ്ങൾ പ്ലോട്ട് ചെയ്ത് വെക്കുക. സോ എല്ലാവരും ലെവൽസ് കാര്യങ്ങൾ പ്ലോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ നാളത്തെ മാർക്കറ്റിൽ നിന്ന് വാച്ച് ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും നമ്മൾ പറയുന്നതിൽ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് പോകുന്ന കണ്ടീഷൻസ് ഉണ്ട്. സോ നിങ്ങൾ എങ്ങനെയാണ് അതൊക്കെ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ കുറേ പേര് പറഞ്ഞ പ്രകാരം നിഫ്റ്റിയുടെ കേസ്, അതേപോലെ ICICയുടെ ഒരു കണ്ടീഷനും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ICIC നോക്കാം. ഇന്നലെ ഒരു കമൻറ്റിൽ നമ്മൾ കണ്ടതാണ് ICICയുടെ അപ്ഡേറ്റ്സ് ഒന്ന് ചെയ്യാമോ എന്നുള്ളത്. ICIC ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡെയിലിയുടെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ICIC ഇസ് ഫൈൻ. ICIC നല്ലൊരു ബൈയിങ് സോണിൽ നിന്നാണ് മേളിലേക്ക് മൂവ് ചെയ്തിട്ടുള്ളത്. സ്വിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ICICയിൽ. ഇതിവിടെ ആയിരുന്നു ബൈയിങ് സോൺ. കണ്ടോ, പ്രോപ്പറായിട്ട് അവിടെ നിന്നൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നോക്കാവുന്നതായിരുന്നു. യെസ്, കണ്ടോ, ഡെയിലി ഒരു പ്ലാൻ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂഷൻ ആണെങ്കിൽ യെസ് ഇത് നമുക്ക് നോക്കാവുന്നതാണ്. സോ ഞാൻ പറയുന്ന ഒരു സ്വിങ് ഒരു ലോങ് പീരീഡിലേക്ക് കേട്ടോ, ഒരു 3 to 6 മന്തിലേക്കൊക്കെ നമ്മൾ ഇതിലേക്ക് സ്വിങ് നോക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സോണിൽ നിന്ന് എൻട്രി നോക്കാം. ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ. ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്ലാൻസ് നിങ്ങൾക്ക് നോക്കാം. സോ ജസ്റ്റ് പ്ലാൻ മാത്രമാണ് ഞാൻ പറയുന്നത്. സോ കൺഫർമേഷൻ അനുസരിച്ച് നമ്മൾ പല കാര്യങ്ങളും അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരേണ്ടി വരും. അക്യുമുലേറ്റ് കണ്ടെടുത്ത് അവിടെ ചെയ്യേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സോ അതിലേക്കൊന്നും പോകുന്നില്ല. മേജറായിട്ട് ICICയിൽ പിന്നെ നോക്കാനാണെങ്കിൽ 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ICIC സ്ട്രക്ചർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ICIC നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഔട്ട് തന്നു. അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഹൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് കൺസിഡർ ചെയ്യാൻ പറ്റുക. കണ്ടോ, ഈ ഒരു ഹൈനെ മാർക്കറ്റ് എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്യാം. അപ്പോൾ ICIC കറണ്ട്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർ 1 hour അല്ലെങ്കിൽ ഡിമാൻഡ് സോണിൽ നിന്ന്
പ്രോപ്പറായിട്ടുള്ള റിവേഴ്സലാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മുടെ HDFC ICC ആക്സിസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് കോർഡിനേറ്റ് ചെയ്ത് നോക്കാമെന്നുള്ള കാര്യം. അപ്പോൾ ICC നോക്കാമെന്നുണ്ടെങ്കിൽ ICCയിൽ നമുക്കൊരു പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ പ്രോപ്പർ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ രണ്ട് സെയിം ആണ്. ഈ ഒരു പ്ലാൻ. സോ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾക്ക് നാളെ ICC നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലെവൽ കേട്ടോ, ഈ ഒരു ലെവല് കൺസിഡർ ചെയ്തിട്ട് ലോങ് പൊസിഷൻസ് നോക്കാവുന്നതാണ്. അപ്പോൾ നാളെ ചിലപ്പോൾ മാർക്കറ്റ് താഴേക്ക് വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 1 മിനിറ്റിൻ്റെ കൺഫർമേഷൻ എടുത്താൽ മതി. ICCയിൽ കണ്ടോ സെയിം സ്ട്രക്ചർ ബാങ്ക് നിഫ്റ്റിയുടെ അല്ലേ, നോക്കിക്കേ ബ്രേക്ക് ഔട്ട് വന്നു, താഴേക്ക് വന്നു അല്ലേ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട്. സോ അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ICCയിൽ ഒരു ബൈയിങ് പോസിബിലിറ്റി ഉണ്ട്. സോ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം, ICC നോക്കാം. അപ്പോൾ ഇന്ന് ആരോ അപ്ഡേറ്റ് ചെയ്താണ് ICCയുടെ കേസ്. സോ ICC സ്റ്റിൽ ഇപ്പോൾ ഒരു കണ്ടിന്യൂഷനിൽ നിൽക്കുകയാണ്, തിരിച്ച് മുകളിലേക്ക് പോകാനുള്ള ഒരു കണ്ടിന്യൂഷനിൽ നിൽക്കുകയാണ്. സോ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റാം. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇവിടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഡെയിലി നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഓൾറെഡി ഒരു ബ്രേക്ക് ഔട്ട് തന്നു കണ്ടോ. അതിനുശേഷം ലോ ക്രിയേറ്റ് ചെയ്ത് ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ഈക്വൽ സെയിം ലോയിലേക്ക് വന്നേക്കാം. ഇനി മാർക്കറ്റ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, മേളിലേക്ക് പോകണം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന സിനാരിയോസിൽ ICCയിലൊക്കെ ഇവിടെ വരെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ICC ഏകദേശം 9% വരെ നോക്കാം. പക്ഷെ നിങ്ങൾ എപ്പോഴും ഇക്വിലിബ്രിയം സെൻറ്റർ ഇതിലേക്ക് നോക്കാം. അതുപോലെ 15 മിനിറ്റിൻ്റെ കൺഫർമേഷൻ കിട്ടിയതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യാൻ കുഴപ്പമില്ല. ഇനി 15 മിനിറ്റ് ഇൻ കേസ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലോങ് പൊസിഷൻ എടുക്കുന്ന ആളുകൾ, സ്വിംഗ് ഒക്കെ എടുക്കുന്നവർ എന്ത് ചെയ്യണം, 15 മിനിറ്റിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂഷൻ വരെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. എവിടെയാണോ 15 മിനിറ്റിൽ റിവേഴ്സൽ തരും നിങ്ങൾ അവിടെ എക്സിറ്റ് ചെയ്യുക. സോ അവിടെ ഒരു കോംപ്രമൈസും വേണ്ട, എക്സിറ്റ് ചെയ്തിരിക്കണം. കാരണം അഗെയിൻ മാർക്കറ്റ് ഒരു കറക്ഷൻ 1 ഡേ ടൈം ഫ്രെയിമിൽ തരും, മനസ്സിലായി. അപ്പോൾ എപ്പോഴും സ്വിങ്സ് നോക്കുമ്പോൾ നിങ്ങൾ ഹയർ ടൈം ഫ്രെയിം നോക്കാം കേട്ടോ. അപ്പോൾ അതാണ് കറൻ്റ് അടുത്ത് നമ്മുടെ കമൻറ്റിൽ ഉണ്ടായിരുന്നൊരു സ്റ്റോക്ക് ICC ആയിരുന്നു. അതിൻ്റെ ഒപ്പം എല്ലാവരുടെയും ഒരു അപ്ഡേറ്റ് ആണ് നിഫ്റ്റിയുടെ കേസ് അല്ലേ. അപ്പോൾ ഓക്കെ നിഫ്റ്റിയും കൂടെ നമുക്ക് നോക്കാം. നിഫ്റ്റി 15 മിനിറ്റിൽ പ്ലാൻ ഉണ്ടോ എന്നുള്ളത് അല്ലേ. അപ്പം നിഫ്റ്റിയും സിനാരിയോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലും നോക്കി ഒരു ഒറ്റ ബ്രേക്ക് ഔട്ടിന് ശേഷം ഇൻറ്റേർണലി മൂവ്മെൻ്റ് ആണ് നിഫ്റ്റിയിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലെവൽ പ്ലോട്ട് ചെയ്ത് നോക്കാം നിഫ്റ്റിയിൽ. ഈ ഒരു ലെവൽ പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ നിഫ്റ്റിയും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അതിനുശേഷം എഗെയിൻ നിഫ്റ്റി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഫ്യൂച്ചർ നിങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്യട്ടോ. നിഫ്റ്റി കഴിയുമ്പോൾ നിഫ്റ്റി ഫ്യൂച്ചറും കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യണേ. അതും കൂടെ ചെയ്ത് നോക്കിയിട്ട് വേണം കൺഫർമേഷൻ എടുത്ത് പ്ലാൻ എടുക്കാൻ. ഓക്കെ, ഞാൻ വേറെ ഒന്നുമല്ല, നിഫ്റ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പോകും. സോ നിങ്ങളിവിടെ ബ്രേക്ക് ഔട്ട് കൺസിഡർ ചെയ്താലും എന്ന് പറയുന്നത് മേജറായിട്ട് നിഫ്റ്റിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലോ എന്ന് പറയുന്നത് ഈ ഒരു ലോ ആണ്. കറൻ്റ്ലി മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ഇതാണ് മേജർ ലോ. അപ്പോൾ പ്ലാൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇക്വിലിബ്രിയത്തിൽ ഈ ഒരു സോണിലേക്ക് നോക്കണ്ട, ഈ ഒരു ഇക്വിലിബ്രിയം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. സോ അവിടെ വന്ന സമയത്ത് 1 മിനിറ്റ് കൺഫർമേഷൻ എടുത്തിട്ട് വെച്ചങ്ങോട്ട് പിടിച്ചോ മേളിലേക്ക്, മനസ്സിലാവും. അപ്പോൾ ലെവലായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് തരാം, റെസ്പെക്റ്റ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ലെവൽ. ഒന്ന് ഇവിടെ മേജറായിട്ട് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഹൈയാണ്. ഓക്കെ, 22,490 22,429 എന്നുള്ള ഈ സോൺ, ഈ രണ്ട് സോണിലും മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ കണ്ടീഷൻ എന്താ, നിഫ്റ്റി 1 മിനിറ്റിൽ റിവേഴ്സലാണ് കണ്ടോ. ഇവിടെ ബ്രേക്ക് ചെയ്തു, ഓൾറെഡി ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാപ്പ് അപ്പ് അല്ല എങ്കിൽ കേട്ടോ, ഗ്യാപ്പ് അപ്പ് ആണെങ്കിലല്ല, ഗ്യാപ്പ് അപ്പ് അല്ല എങ്കിൽ ഇതിനടുത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നോക്കുക. മാർക്കറ്റ് ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, അഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, അഗെയിൻ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നു. സോ സ്റ്റിൽ ഡൗൺ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിലുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് എൻട്രി പ്ലാൻ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങോട്ടേക്ക് നോക്കാം, അതിനുശേഷം കണ്ടിന്യൂഷൻ നോക്കാം. അപ്പോൾ 15 മിനിറ്റിൽ നിഫ്റ്റിയുടെ ഒരു പ്ലാൻ നമ്മൾ പ്ലോട്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും പ്ലോട്ട് ചെയ്ത് നോക്കാം. നാളെ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ അല്ലേ. നിഫ്റ്റിക്കാരെ വിഷമിക്കേണ്ട, ഫൈൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് ഇവിടെ വരുന്നു, എഗെയിൻ മാർക്കറ്റ് മേളിലേക്ക് പോകും. ഇത് എടുക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ വരച്ചിട്ടു, ഇവിടെ തന്നെ വരണമെന്നില്ല, ഞാൻ പറയുന്നു ഡിമാൻഡ് ഇവിടെയാണ്, ഇവിടെ വന്നിട്ട് പോകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഈ ലെവലാണ്.
സോ അത് രണ്ടും മനസ്സിലാക്കി വെക്കുക. ഇവിടെ പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും കൂടെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം. എന്ത് ചെയ്യണം? ലോവർ ടൈം കൺഫർമേഷൻ LTF കൺഫർമേഷൻ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കയറണം. 1 മിനിറ്റ് എങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കിയിട്ടുണ്ടാവണം. ഇനി അതല്ല, സെക്കൻഡ് സിനാരിയോ ഇവിടെ നിന്നാണെങ്കിലും ഞാൻ ഈ പറയുന്ന LTF കൺഫർമേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കിയിട്ടുണ്ടാവണം. അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഈ പരിപാടിക്ക് നിന്നാൽ മതി. അല്ലാതെ ചാടിക്കയറ്റമൊന്നും വേണ്ട. കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നല്ല RR. ഇപ്പം നമ്മുടെ ട്രേഡ്സ് നിങ്ങൾക്ക് നോക്കി അറിയാം അല്ലേ? വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കൺഫർമേഷൻ എടുത്ത് നല്ല പ്രോപ്പർ എൻട്രിയിലാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ അത്രയും നല്ല ഡിസിപ്ലിൻ നിങ്ങൾ കൊണ്ടുവന്നാലാണ് നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അത്രയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് കറണ്ട്ലി നമ്മുടെ ഇന്നത്തെ സ്റ്റാറ്റസും നാളത്തെ പ്ലാൻസും. അപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്നെടുത്ത് വെച്ച് നമുക്ക് കഥ അവസാനിപ്പിക്കാം പ്ലാനും വെച്ച് അല്ലേ. ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ പ്ലാൻ, അതേപോലെ ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ പ്ലാൻ. സോ എല്ലാവരും പ്ലോട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. ഇത്രേ ഉള്ളൂ കഥ. ഓക്കെ, സോ ഇനിയിപ്പോൾ അധികം കഥയൊന്നും പറഞ്ഞ് ഞാൻ വലിച്ചിടുന്നില്ല. ഇറ്റ്സ് മീ അഭിജിത്ത്, സൈൻ ഓഫ്.